ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CRA അഥവാ കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. നമ്മൾ ഈ യൂണിറ്റിൽ ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് കമ്പനിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതിന്റെ കീഴിൽ 3 മെയിൻ കമ്പനീസ് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, രണ്ടാമത്തെ രജിസ്റ്റേർഡ് കമ്പനീസ്, മൂന്നാമത്തെ ചാർട്ടേർഡ് കമ്പനീസ്. ഫസ്റ്റ് ആണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്നാണ്. വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്? എ കമ്പനി മേ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ ആക്ട് ഓഫ് എ പാർലമെന്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെയോ അല്ലെങ്കിൽ പാർലമെന്റിന്റെയോ സ്പെഷ്യൽ ആക്ട് വഴി ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള രൂപം കൊണ്ടിട്ടുള്ള കമ്പനീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ RBI, അല്ലെങ്കിൽ എന്താണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതെല്ലാം എന്താണ് പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെയോ സ്പെഷ്യൽ ആക്ടിൽ നിന്നുണ്ടായ അങ്ങനെ ഇൻകോർപ്പറേറ്റ് ആയ കമ്പനീസ് ആണിത്. They are not expected to have any memorandum or article of association. ഇങ്ങനെ ഫോം ചെയ്ത കമ്പനീസിന് എന്ത് വേണ്ട? അവർക്ക് മെമ്മോറാൻഡോ അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനോ വേണ്ട. അപ്പൊ 3 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേതാണ് ഇങ്ങനെ ഉണ്ടാവുന്ന എങ്ങനത്തെ കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. അവരെങ്ങനെ ഉണ്ടാവുന്നത്? സ്പെഷ്യൽ ആക്ട്, പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ സ്പെഷ്യൽ ആക്ടിലേക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? RBIയും അതുപോലെ LICയും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സാമ്പിൾസ്. തേർഡ് പോയിന്റ് എന്താണ്? ദേ ആർ നോട്ട് എക്സ്പെക്ടഡ്. അവർക്ക് എന്ത് വേണ്ട? മെമ്മോറാൻഡോ അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനോ ആവശ്യമില്ല. നെക്സ്റ്റ് ആണ് രജിസ്റ്റേർഡ് കമ്പനി. ദീസ് ആർ ദ കമ്പനി വിച്ച് ആർ രജിസ്റ്റേർഡ് ആൻഡ് ഫോം അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ടിന്റെ കീഴിൽ. അതുപോലെ തന്നെ എന്താണ് ഈ കമ്പനീസ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്തായിരിക്കും? രജിസ്റ്റേർഡ് ആയിരിക്കും. A registered company may be a company limited by share, company limited by guarantee and unlimited company. ഇങ്ങനത്തെ രജിസ്റ്റേർഡ് കമ്പനീസ് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആയിരിക്കും. അപ്പോൾ രജിസ്റ്റേർഡ് കമ്പനി എന്താണ്? കമ്പനീസ് ആക്ടിന് കീഴിൽ അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എന്താണ് ഇത് 3 ടൈപ്സ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആയിരിക്കും. ലിമിറ്റഡ് കമ്പനീസ് ഉണ്ടാവും, അൺലിമിറ്റഡ് കമ്പനി ഉണ്ടാവും. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിമിറ്റഡ് ബൈ ഷെയർ ആൻഡ് ഗ്യാരണ്ടി, പിന്നെ അൺലിമിറ്റഡ് കമ്പനീസ്. ഇതാണ് രജിസ്റ്റേർഡ് കമ്പനി. തേർഡ് വൺ ആണ് എന്താണ്? ചാർട്ടേർഡ് കമ്പനി. തേർഡ് വൺ ആണ് വാട്ട് ഈസ് ചാർട്ടേർഡ് കമ്പനീസ്. These are companies which are created by the grant of royal charters of the crown, East India Company, Bank of England, etc. Example for this type of company. The rights and liability of this company are provided in the chart itself. അപ്പോൾ ഇതിൽ റോയൽ ചാർട്ട്, ഒരു രാജാവിന്റെ റോയൽ ചാർട്ട് പ്രകാരം ഒരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗ്രാൻഡ് ഓഫ് റോയൽ ചാർട്ടേഴ്സ് ഓഫ് ദ ക്രൗൺ. അപ്പൊ ആ കമ്പനിയുടെ എന്തോരം റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് കമ്പനി ലൈബിലിറ്റീസ്, അതെല്ലാം കൃത്യമായിട്ട് ആ ചാർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇതിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് 3 ടൈപ്പ് ഓഫ് companies which are formed on the basis of incorporation. ഒന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രണ്ടാമത്തെ രജിസ്റ്റേർഡ് കമ്പനി, മൂന്നാമത്തെ ചാർട്ടേർഡ് കമ്പനി. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റി. ഒന്നാമത്തെയാണ് കമ്പനീസ് വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്: കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നെക്സ്റ്റ് ആണ് കമ്പനീസ് വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി. അപ്പോൾ ഒന്നാമത്തെയാണ് കമ്പനീസ് വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. In a company limited by share, the liability of the members is limited to the amount, if any, unpaid on the share. ആ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ലൈബിലിറ്റി എന്നത് എന്താണ്? അവർ വാങ്ങിച്ച ഷെയറിൽ എന്തോ ഒരു അൺപെയ്ഡ് വാല്യൂ ഉണ്ടോ, ആ അൺപെയ്ഡ് വാല്യൂ മാത്രമാണ് ആ മെമ്പേഴ്സിന്റെ ലൈബിലിറ്റി എന്നുള്ളത്. അവരുടെ ഷെയറിൽ ഫുൾ എമൗണ്ട് പെയ്ഡ് ആണെങ്കിൽ അവർക്ക് ഒരു ലൈബിലിറ്റി ഉണ്ടാവില്ല. The companies limited by share may be either private companies or public companies. ഇങ്ങനെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ അങ്ങനത്തെ കമ്പനീസ് ഏതൊരു എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആയിരിക്കും. നെക്സ്റ്റ് ആണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, where the liability of a member of a company is limited to an amount which the members undertake to contribute towards the asset of the company in the event of its being wound up. Company is called company limited by guarantee.
കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വെച്ചാൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് കമ്പനിയെ ഇത്ര പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം എന്നൊരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്ത ആ എമൗണ്ട്, ആ ഗ്യാരണ്ടീഡ് എമൗണ്ട്, അത് മാത്രമാണ് ആ കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് കമ്പനി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. എ കമ്പനി നോട്ട് ഹാവിംഗ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പർ ഇസ് ടേംഡ് ആസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അപ്പൊ എന്താണ്, കമ്പനിയുടെ മെമ്പേഴ്സിന് ഒരു ലിമിറ്റും ഇല്ല, എന്തോരം ലയബിലിറ്റി അവർക്ക് വരും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കമ്പനീസ് ആണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനീസ്. In such a company, the liability of the shareholder extends to the whole amount of the company's debt and liability. ചില സമയത്ത് എന്താ, ആ മെമ്പർ ചിലപ്പോ ആ കമ്പനിയുടെ ഫുൾ കടവും ഏൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറുന്നതാണ് കമ്പനി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി മേ ബി either a private company or public company. അൺലിമിറ്റഡ് കമ്പനി ആവാം, ഒന്നില്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആവാം അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആവാം. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ബേസിസിൽ എങ്ങനെയൊക്കെ കമ്പനിനെ ക്ലാസിഫൈ ചെയ്യാന്ന്. ഒന്നാമത്തെയാണ് പ്രൈവറ്റ് കമ്പനി, രണ്ടാമത്തെ പബ്ലിക് കമ്പനി, മൂന്നാമത്തെ വൺ പേഴ്സൺ കമ്പനി. അപ്പോൾ പ്രൈവറ്റ് കമ്പനി നോക്കാം. പ്രൈവറ്റ് കമ്പനി റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർ. പ്രൈവറ്റ് കമ്പനിയിലെ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. Except in case of one person company, limit the number of members to 200. എന്താണ് പ്രൈവറ്റ് കമ്പനിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 200 ആണ്. Prohibits any invitation to the public to subscribe for its security of the company. കമ്പനിയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻവിറ്റേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് കമ്പനിക്ക് സാധിക്കില്ല. പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല, 200 വരെ മെമ്പേഴ്സ് പാടുള്ളൂ. അതുപോലെ എന്താണ്, അവർക്ക് പബ്ലിക്കിലേക്ക് ഇൻവിറ്റേഷൻസ് കൊടുക്കാൻ പാടില്ല, എന്റെ ഷെയർ വാങ്ങിക്കുന്ന ഇൻവിറ്റേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് പബ്ലിക് കമ്പനി. ഇറ്റ് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി എന്താണ് അറിയാം, ഇറ്റ്സ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഹാസ് എ മിനിമം പെയ്ഡ് ഓഫ് ഷെയർ ഓർ ആസ് മേ പ്രിസ്ക്രൈബ്ഡ് ഇൻ. എന്താണ്, അവർക്ക് മിനിമം ക്യാപിറ്റൽ എത്ര വേണം, ഒരു 5 lakh rupees ആണ് അവർക്ക് മിനിമം വേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, പബ്ലിക് ഗവൺമെന്റ് ആയിട്ട് ഇത് നോക്കെടുത്ത ഇതൊക്കെയാണ്. In addition, it has to satisfy the condition to having the minimum subscription share capital. എത്രയാണ്, 5 lakh rupees ആണ് വേണ്ടത്. Further, a private company which is subsidiary of a public company will also be deemed as a public company. എന്താണ്, പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനി നമ്മൾ എന്ത് കരുതുള്ളൂ, അതിനെയും പബ്ലിക് കമ്പനി ആയിട്ട് തന്നെ കരുതുള്ളൂ. അപ്പൊ അതാണ് പബ്ലിക് കമ്പനി പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് വൺ പേഴ്സൺ കമ്പനി. എ കമ്പനി വിച്ച് ഹാസ് ഓൺലി വൺ പേഴ്സൺ ആസ് മെമ്പർ. ആ കമ്പനിയിലാകെ ഒരു പേഴ്സൺ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ബേസിസിൽ ഒന്നാമത്തെ പ്രൈവറ്റ് കമ്പനി, രണ്ടാമത്തെ പബ്ലിക് കമ്പനി, മൂന്നാമത്തെ വൺ പേഴ്സൺ കമ്പനി. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. കൺട്രോളിന്റെ ബേസിസിൽ കമ്പനീനെ മൂന്നായിട്ടാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹോൾഡിംഗ് കമ്പനി, രണ്ടാമത്തെ സബ്സിഡിയറി കമ്പനി, മൂന്നാമത്തെ അസോസിയേറ്റ് കമ്പനി. ഒന്നാമത്തെ ഹോൾഡിംഗ് കമ്പനി. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എ ആൻഡ് ബി രണ്ട് കമ്പനീസ് ആണ്. എ ആണ് ബിനെ ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ ചെയ്യണമെങ്കിൽ എ എന്ന കമ്പനിയാണ് ഇവിടെ ഹോൾഡിംഗ് കമ്പനി എന്നുള്ളത്. എയുടെ കീഴിലാണ് ബി വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ആണ് ഇവിടെ സബ്സിഡിയറി കമ്പനി. ആരാണ് കമ്പനിനെ കൺട്രോൾ, വേറൊരു കമ്പനിനെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞുള്ളത്. ആരുടെ കീഴിൽ, ഇപ്പോൾ നമ്മുടെ കമ്പനി ബി എന്ന കമ്പനി എ എന്ന കമ്പനിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ബി എന്ന കമ്പനിനെ ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ബി എന്ന് പറയുന്നത് എന്താണ്, എയുടെ സബ്സിഡിയറി മാത്രമാണ്. അതാണ് സബ്സിഡിയറി കമ്പനി. ഇനി അസോസിയേറ്റ് കമ്പനി സിമിലർ ടു ജോയിന്റ് വെഞ്ചർ, ഒരേപോലെ തുല്യതുള്ളതാണ്. അപ്പോൾ എക്കും ബിക്കും ഒരേപോലെ റൈറ്റ് ഉള്ള ഇതാണെങ്കിൽ അതാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ട് കമ്പനിക്ക് അങ്ങോട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. പക്ഷെ ആരുടെയും സബ്സിഡിയറി ഒന്നുമല്ല കമ്പനീസ്, എല്ലാം ഒരേപോലെ ഇരിക്കും. അതാ പറഞ്ഞ ജോയിന്റ് വെഞ്ചർ ഇരിക്കും. അതാണ് അസോസിയേറ്റ് കമ്പനി. ഇപ്പൊ ഹോൾഡിംഗ് കമ്പനീസ് പറഞ്ഞാൽ മറ്റൊരു കമ്പനി ഹോൾഡുള്ള കമ്പനി, മറ്റൊരു കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ റൈറ്റ് ഉള്ള കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി. ഏതെങ്കിലും കമ്പനിയുടെ കീഴിലാണ് ഒരു കമ്പനി വർക്ക് ചെയ്യണമെങ്കിൽ അതാണ് സബ്സിഡിയറി കമ്പനി. രണ്ട് കമ്പനിയും ഒരേപോലെ വർക്ക് ചെയ്യണമെങ്കിൽ അതാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ദ ബേസിസ് ഓഫ് കൺട്രോൾ. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസ്. സൈസിന്റെ ബേസിസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് സ്മോൾ കമ്പനി. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 50 lakh. സ്മോൾ കമ്പനി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തേക്കാൾ കൂടാൻ പാടില്ല.
അതുപോലെ തന്നെ ടേൺ ഓവർ ഓഫ് വിച്ച് ആസ് പെർ ഇറ്റ്സ് ലാസ്റ്റ് P&L അക്കൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 2 crore. കഴിഞ്ഞ വർഷത്തെ P&L അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ അവരുടെ ടേൺ ഓവർ എന്തായിരിക്കണം, 2 crore എക്സീഡ് ആവാൻ പറ്റില്ല. എന്നാൽ മാത്രമേ കമ്പനി വിൽ ബി ടേംഡ് ആസ് എ സ്മോൾ കമ്പനി. എന്തായിരിക്കണം, paid up share capital does not exceed 50 lakh. Also turnover of which as per its last P&L account does not exceed 2 crore. എന്നാൽ മാത്രമേ it can be termed as small company. നമ്മൾ ഈ മുന്നിൽ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അല്ലാണ്ട് വേറെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് കമ്പനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് ഫോറിൻ കമ്പനി. എന്താണ് ഫോറിൻ കമ്പനി? ഫോറിൻ കമ്പനി മീൻസ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറമെ ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റോ അല്ലെങ്കിൽ കമ്പനിയെയാണ് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ വെദർ ബൈ ഇറ്റ്സെൽഫ് ഓർ ത്രൂ ആൻ ഏജന്റ് ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. എന്തായിരിക്കണം, ഇന്ത്യയിൽ അതിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. ആ കമ്പനിയുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഒന്നില്ലെങ്കിൽ എന്തായിരിക്കണം, ഒന്നില്ലെങ്കിൽ ആ കമ്പനി തന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ ഏജന്റ് വഴിയായിരിക്കണം. അത് എങ്ങനെ, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഫിസിക്കലി ഒരു ഷോപ്പ് ഉണ്ടാവും, ആ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡ് കൂടെ ഉണ്ടാവും. അതല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലായിരിക്കും. അങ്ങനെ ഇരിക്കണം. പിന്നെന്താണ്, കണ്ടക്ട് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിൽ ഇന്ത്യയിൽ അവർ ബിസിനസ് നടത്തണം. എന്നാൽ മാത്രമേ ആ കമ്പനിയെ ഫോറിൻ കമ്പനി വിളിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ വേണം, ആ തന്നെ കമ്പനി എന്തായിരിക്കണം, ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ ആ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഉണ്ടാവണം. എങ്ങനെയായിരിക്കണം, ഒന്നില്ലെങ്കിൽ ഏജന്റ് വഴി, അല്ലെങ്കിൽ ഫിസിക്കലി, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ്, അല്ലെങ്കിൽ എനി അതർ മോഡ്. അന്നാത്രേ ആ കമ്പനിയെ ഫോറിൻ കമ്പനി എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് അങ്ങനത്തെ കമ്പനിയിൽ എന്തുണ്ടാവില്ല, വിത്തൗട്ട് യൂസിങ് ദ വേർഡ് ലിമിറ്റഡ് ഓർ ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലിമിറ്റഡ് എന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ ഉണ്ടാവില്ല. ലിമിറ്റഡ് ഉപയോഗിക്കുന്നതാണ് പബ്ലിക് കമ്പനീസും പ്രൈവറ്റ് ലിമിറ്റഡ് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് കമ്പനീസ് ആണ്. അപ്പോ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനീസ് ലിമിറ്റഡോ പ്രൈവറ്റ് ലിമിറ്റഡോ യൂസ് ചെയ്യുന്നില്ല. ഇവർ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയാണ്, ഫോർ പ്രൊമോഷൻ ഓഫ് കൊമേഴ്സ്, ആർട്ട്, സയൻസ്, റിലീജിയൻ, ചാരിറ്റി അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ് പ്രോഹിബിറ്റ് ദ പേയ്മെന്റ് ഓഫ് എനി ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പർ. മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് ഇവരുടെ നെക്സ്റ്റ് പോയിന്റ്. അതാണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. നെക്സ്റ്റ് ആണ് ഇല്ലീഗൽ അസോസിയേഷൻ. എന്തുകൊണ്ടാണ് അസോസിയേഷൻ ഇല്ലീഗൽ എന്ന് വിളിക്കാൻ കാരണം, ഇല്ലീഗൽ അസോസിയേഷൻ ഒന്നില്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പേഴ്സൺ, ഇപ്പൊ പ്രൈവറ്റ് കമ്പനിയിലും പബ്ലിക് കമ്പനിയിലും ഇത്ര ആൾക്കാരെ പാടുള്ളൂ എന്നൊരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്പനി ഇല്ലീഗൽ ആവും. അതുപോലെ തന്നെ ആ ഒരു കമ്പനി എന്താണ്, അതിന് കമ്പനി വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇല്ലീഗൽ അസോസിയേഷൻ വിളിക്കാൻ കാരണം. അത് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ കമ്പനി ആക്ട് അല്ലെങ്കിൽ അവരെ രജിസ്റ്റേർഡ് ആവണം, കമ്പനി രജിസ്റ്റർ ആയിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ വിളിക്കുക തന്നെ ഇല്ലീഗൽ അസോസിയേഷൻ വിളിക്കും. ഇഫ് മോർ ദാൻ സച്ച് നമ്പർ ഓഫ് പേഴ്സൺ ആസ് മേ പ്രിസ്ക്രൈബ്ഡ്, നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത കൂടുതൽ മെമ്പേഴ്സ് വന്നാലോ, അതുപോലെ തന്നെ ഇഫ് ദേ ആർ നോട്ട് രജിസ്റ്റേർഡ്, അവർ രജിസ്റ്റേർഡ് ആയില്ലെങ്കിലും അവരെ ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് വിളിക്കും. ലാസ്റ്റ് ഒന്നാണ് എന്താണ് പ്രൊഡ്യൂസർ കമ്പനി. പ്രൊഡ്യൂസർ കമ്പനി നോക്കാം, ഓൺലി പേഴ്സൺ ഹു ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. പ്രൈമറി പ്രൊഡ്യൂസർ ആൾക്കാർക്ക് മാത്രമേ പ്രൊഡ്യൂസർ കമ്പനിയിൽ ഓണർഷിപ്പിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, മെമ്പേഴ്സ് ഷുഡ് ബി പേഴ്സൺ എൻഗേജ് ഇൻ ആക്ടിവിറ്റി കണക്റ്റഡ് വിത്ത് ഓർ റിലേറ്റഡ് വിത്ത് പ്രൈമറി പ്രൊഡ്യൂസർ. പ്രൈമറി പ്രൊഡ്യൂസറുടെ കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ എൻഗേജ് ആയിട്ടുള്ള പേഴ്സണിന് മാത്രമേ ഇതിൽ ചേരാൻ പറ്റുള്ളൂ. എന്തൊക്കെ അങ്ങനത്തെ പ്രൊഡ്യൂസർ, ആനിമൽ ഹസ്ബൻഡറി, ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ അങ്ങനത്തെ അങ്ങനെയൊക്കെയാണ് പ്രൊഡ്യൂസർ കമ്പനിയിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് അതർ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ഫസ്റ്റ് തന്നെ പഠിച്ചതാണ് ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് കമ്പനി ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞാൽ ഓൺ ദി ബേസ് ഓഫ് ലൈബിലിറ്റി, പിന്നെ പഠിച്ചെന്താണ് ബേസ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, പിന്നെ സൈസ്, കൺട്രോള്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പഠിച്ചാണ് അതർ ക്ലാസിഫിക്കേഷൻ പഠിച്ചതൊക്കെയാണ് ഫോറിൻ കമ്പനി, അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്, ഇല്ലീഗൽ അസോസിയേഷൻ, പ്രൊഡ്യൂസർ കമ്പനി. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, വളരെ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. ആ ടേംസ് കണ്ടാൽ നമുക്ക് അതിന്റെ മീനിങ് പെട്ടെന്ന് മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി ടൈം കളയാണ്ട് വിത്തിൻ 10 minutes കൊണ്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓരോ കമ്പനിയുടെ എന്താണ് ഇല്ലീഗൽ അസോസിയേഷൻ, എന്താണ് പ്രൊഡ്യൂസർ കമ്പനി, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ 50 മാർക്സ് വാട്ട് ആർ ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി ചോദിക്കാം 50 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അല്ലെങ്കിൽ 5 മാർക്കായിട്ട് ഏതൊരു പർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ, ചിലപ്പോൾ ബേസ് ഓഫ് കൺട്രോൾ എങ്ങനെയാണ് ക്ലാസ് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഒരു ഉറപ്പാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ആയിട്ട് ചാപ്റ്റർ ആണിത്. ഈ ചാപ്റ്റർ മിസ് ചെയ്യരുത്, വളരെ ഈസി ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കാൻ, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്.
ഈ കൂൾ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാം, അത് ചെയ്തിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫർദർ വീഡിയോസും കാണണം. ഈ ചാപ്റ്റർ മാത്രമല്ല, ബികോമിൽ തന്നെ ഡിഫറെൻറ്റ് സബ്ജക്റ്റിലെ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. പിന്നെ എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.